ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും എയ്സ് ആപ്പിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഫിസിക്സിലെ ടോപ്പിക്കാണ്. ഫിസിക്സിലെ ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്പെറിക്കൽ മിറേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഗോളീയ ദർപ്പണങ്ങൾ എന്താണ്? ഗോളീയ ദർപ്പണങ്ങൾ ഒരു ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. പ്രതിപതന തലം ഒരു ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. ഗോളീയ ദർപ്പണത്തിന് ഉദാഹരണമാണ് കോൺകേവ് ദർപ്പണങ്ങളും കോൺവെക്സ് ദർപ്പണങ്ങളും. ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞാൽ പ്രതിപതന തലം ഒരു ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. ഗോളീയ ദർപ്പണങ്ങൾക്ക് ഉദാഹരണമാണ് കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും. അപ്പോൾ നമുക്ക് ഗോളീയ ദർപ്പണത്തെ പറ്റി പഠിക്കാം. ഗോളീയ ദർപ്പണങ്ങൾ, ചിത്രത്തിൽ രണ്ട് ഗോളീയ ദർപ്പണങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് കോൺകേവ് ദർപ്പണവും രണ്ട് കോൺവെക്സ് ദർപ്പണവും. അപ്പോൾ ആദ്യത്തേത് കോൺകേവ് ദർപ്പണമാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കോൺകേവ് ദർപ്പണം, ഇത് കോൺവെക്സ് ദർപ്പണം. അപ്പോൾ എന്താണ് കോൺകേവ് ദർപ്പണം? ഇത് രണ്ടും ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ്. കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാൽ ചിത്രം നോക്കി അറിയാം. പ്രതിപതന തലം, പ്രകാശം പതിക്കുന്ന ഭാഗം ഉള്ളോട്ട് കുഴിഞ്ഞിരിക്കുന്ന ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണങ്ങൾ. പ്രതിപതന തലം, പ്രകാശം പതിക്കുന്ന ഭാഗം ഉള്ളോട്ട് കുഴിഞ്ഞിരിക്കുന്ന ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണങ്ങൾ. അപ്പോൾ ചിത്രത്തിൽ ഇതാണ് കോൺകേവ് ദർപ്പണം. അപ്പോൾ കോൺകേവ് ദർപ്പണത്തിൻ്റെ മലയാളം അവതല ദർപ്പണം, അവതല ദർപ്പണം. അപ്പോൾ കോൺകേവ് ദർപ്പണം, ഒരു ദർപ്പണത്തിന് രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഒരു ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യും. ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വിസരണമാണ് നടക്കുക. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്താണ് പ്രകാശം തട്ടിയിട്ട് എന്ത് ചെയ്യുക? പ്രതിപദിക്കുക. അപ്പോൾ പ്രകാശം തട്ടി പ്രതിപദിക്കുന്ന ഭാഗം ഉള്ളോട്ട് കുഴിഞ്ഞിരിക്കുന്ന ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണങ്ങൾ. കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞാൽ പ്രതിപതന തലം, പ്രകാശം പതിക്കുന്ന ഭാഗം പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണം. അപ്പോൾ പ്രകാശം പതിക്കുന്ന ഭാഗം, പ്രതിപതന തലം പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ. അപ്പം ഗോളീയ ദർപ്പണങ്ങൾ രണ്ട് തരം, കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും. അപ്പം ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ് ഗോളീയ ദർപ്പണങ്ങൾ. അപ്പോൾ ഗോളീയ ദർപ്പണം രണ്ടെണ്ണം ഏതൊക്കെയാണ്? കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും. ഇനി ദർപ്പണത്തിൻ്റെ കേന്ദ്രത്തെ നമ്മൾ പോൾ എന്നാണ് പറയുക. എന്താണ് പറയുക? പോൾ. ദർപ്പണത്തിൻ്റെ കേന്ദ്രഭാഗമാണ് പോൾ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ കേന്ദ്രഭാഗത്തെ നമ്മൾ പോൾ എന്ന് പറയും. എന്ത് പറയും? പോൾ. POLE. അപ്പം ഇതാണ് പോള്. ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം, സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പം ഈ രണ്ട് ദർപ്പണവും ഈ ഗോളത്തിൻ്റെ ഭാഗമാണ്. ഇത് ഈ ഗോളത്തിൻ്റെയും ഇത് ഈ ഗോളത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കോൺകേവും കോൺവെക്സും. അപ്പോൾ ഈ ഗോളത്തിൻ്റെ കേന്ദ്രം, ഈ സി എന്ന് എഴുതിയതാണ് വക്രതാ കേന്ദ്രം. ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ, ഗോളീയ ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ കേന്ദ്രഭാഗത്തെ നമ്മൾ എന്ത് പറയും? വക്രതാ കേന്ദ്രം, സെൻറ്റർ ഓഫ് കർവേച്ചർ. അത് നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ സി ആണ്. ഏതാണ്? സി. അപ്പോൾ ദർപ്പണത്തിൻ്റെ കേന്ദ്രം പോളും, ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ കേന്ദ്രം സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രം എന്ന് പറയും. ഇനി വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഈ രേഖയാണ് വക്രതാ ആരം. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖയാണ് വക്രതാ ആരം. അപ്പോൾ വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖ, അപ്പം റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ വക്രത ആരമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് വക്രത ആരം 6. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖയാണ് വക്രത ആരം 6. റേഡിയസ് ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, വക്രത ആരം എന്ന് പറയും, വക്രത ആരം. അപ്പോൾ വക്രതാ കേന്ദ്രം, പോള്, വക്രത ആരം, ഇത് മൂന്നും ഗോളീയ ദർപ്പണത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം നമുക്ക് ഒരു വക്രതാ കേന്ദ്രത്തിൽ നിന്നും ഗോളീയ ദർപ്പണത്തിൻ്റെ പ്രതിപതനത്തിലേക്കുള്ള അകലമാണ്
വക്രതാരം നമ്മൾ പറഞ്ഞ തന്നെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ വക്രതാ കേന്ദ്രത്തിൻ്റെയും പ്രകാശം പതിക്കുന്ന പ്രതിപതന തലത്തിൻ്റെയും ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ്, ഇതിനെയാണ് വക്രതാ ആരം എന്ന് പറയുന്നത്. അപ്പം ഈ വക്രതാ കേന്ദ്രത്തിൽ നിന്നും ദർപ്പണത്തിലേക്ക് ഒരു രേഖ വരച്ചാൽ അത് ദർപ്പണത്തിന് ലംബമായിരിക്കും. അതായത് വക്രതാ കേന്ദ്രത്തിൽ നിന്നും ദർപ്പണത്തിലേക്ക് ഒരു രേഖ വരച്ചാൽ അത് ദർപ്പണത്തിന് ലംബമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. വക്രതാ കേന്ദ്രത്തിൽ നിന്നും ദർപ്പണത്തിലേക്ക് ഒരു രേഖ വരച്ചാൽ അത് എന്തായിരിക്കും? ഈ രേഖ ഈ ദർപ്പണത്തിന് 90 ഡിഗ്രിയിലാണ് വരുന്നത്. ഇനി ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വൃത്താകൃതിയിലുള്ള പ്രതിപതന തലത്തിന്റെ വ്യാസത്തെ എന്ത് പറയും? അപ്പർച്ചർ. ഇത് കോൺകേവ് മിറർ ആണ്. ഇത് കോൺകേവ് ആണ്, ഇത് കോൺവെക്സ് ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രതിപതന തലം. ഇത് ഇതിന്റെ പ്രതിപതന തലം. പ്രകാശം പതിക്കുന്ന ഭാഗം, അതാണ് പ്രകാശം തട്ടി തിരിച്ചു വരുന്ന ഭാഗം, അതാണ് പ്രതിപതന തലം. ഈ തലത്തിന്റെ വ്യാസം, അതായത് ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുക. എന്താണ് പറയുക? അപ്പർച്ചർ. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ പ്രതിപതന തലം, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ പ്രകാശം പതിക്കുന്ന ഭാഗം, അതാണ് പ്രതിപതന തലം. അതിന്റെ വ്യാസത്തെ നമ്മൾ എന്ത് പറയും? അപ്പർച്ചർ. എന്താണ് പറയുക? അപ്പർച്ചർ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു, അതായത് ഗോളീയ ദർപ്പണത്തിന്റെ പ്രതിപതന തലം ഇതാണല്ലോ, പ്രകാശം വന്ന് പതിക്കുന്ന ഭാഗം, പ്രകാശം വന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭാഗം. ആ ഭാഗത്തിന്റെ കേന്ദ്രത്തെ നമ്മൾ പോൾ എന്ന് പറയും. പ്രതിപതന തലത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ ദർപ്പണത്തിന്റെ കേന്ദ്രത്തെ നമ്മൾ എന്ത് പറയും? പോൾ എന്ന് പറയും. അപ്പൊ ഏതൊക്കെ പഠിച്ചു? ദർപ്പണത്തിന്റെ കേന്ദ്രഭാഗം പോള്, ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രം സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രം, ഇവ തമ്മിൽ യോജിപ്പിക്കുന്ന ബിന്ദു വക്രതാ ആരം. ഇനി പ്രതിപതന തലത്തിന്റെ വ്യാസം, അതിനെന്ത് പറയും? അപ്പർച്ചർ. ഇത്രയും ഒരു ദർപ്പണത്തിന്റെ ഭാഗങ്ങളാണ്. ഏത് ദർപ്പണത്തിൻ്റെയാണ്? ഗോളീയ ദർപ്പണത്തിന്റെ ഭാഗങ്ങൾ ആണ്. ഇനി മുഖ്യ അക്ഷം എന്ന് പറയുമ്പം നമ്മൾ ഒരു ഗോളീയ ദർപ്പണം എടുത്തു കഴിഞ്ഞാൽ ഗോളീയ ദർപ്പണത്തിന്റെ പോളിനെയും വക്രതാ കേന്ദ്രത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖയാണ് മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പം ഇവിടെ ഫോക്കസ് ഉണ്ട്, ഇവിടെ വക്രതാ കേന്ദ്രം ഉണ്ട്, പോളുണ്ട്. അപ്പോൾ വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു പോകുന്ന രേഖ, ആ രേഖയാണ് മുഖ്യ അക്ഷം അല്ലെങ്കിൽ എന്ത് പറയുക? പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന ഒരു സാങ്കല്പിക രേഖയാണ് മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതും ഗോളീയ ദർപ്പണത്തിന്റെ ഭാഗമാണ്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ഒരു ഗോളീയ ദർപ്പണം ഉണ്ടാക്കുന്ന പതനകോൺ, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമായിരിക്കും. നമ്മൾ പ്രതിപതന നിയമം പറഞ്ഞിട്ടുണ്ട്. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഗോളീയ ദർപ്പണങ്ങളിൽ പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമായി വരാറുണ്ട്. ഇനി എന്താണ് ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് അല്ലെങ്കിൽ മുഖ്യ ഫോക്കസ് എന്ന് നോക്കാം. ഒരു ഗോളീയ ദർപ്പണം, ഇത് കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണിത്, മുഖ്യ അക്ഷം. പ്രിൻസിപ്പൽ ആക്സിസിന് എന്ത് പറയും? മുഖ്യ അക്ഷം. അതായത് കോൺകേവ് ദർപ്പണത്തിന്റെ വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന രേഖയാണെന്ത്? മുഖ്യ അക്ഷം. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ എപ്പോഴും എവിടെ കൂടിച്ചേരും? ഫോക്കസിലായിരിക്കും കൂടിച്ചേരുക. ആ കൂടിച്ചേരുന്ന പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുക. അപ്പോൾ അനന്തതയിൽ ഒരു വസ്തു ഉണ്ടെങ്കിൽ, ഇപ്പോൾ സൂര്യൻ അനന്തതയിലാണ്. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ എപ്പോഴും എന്തായിരിക്കും? സമാന്തരമായിരിക്കും. അനന്തതയിൽ നിന്ന് വരുന്ന ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ അല്ലെങ്കിൽ അനന്തതയിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളൊക്കെ സമാന്തരമായിരിക്കും. അപ്പോൾ അത് ദർപ്പണത്തിൽ തട്ടി പ്രതിപതിച്ച് പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ആ ബിന്ദുവിനെയാണ് മുഖ്യ ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ മുഖ്യ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺകേവ് ദർപ്പണം, ഇപ്പോൾ സൂര്യനാണെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ
ദർപ്പണത്തിൽ തട്ടി പ്രതിപതിച്ച് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കും. ഈ ബിന്ദുവിനെയാണ് നമ്മൾ മുഖ്യ ഫോക്കസ് എന്ന് പറയുക. ഫോക്കസ് കിട്ടണമെങ്കിൽ വസ്തു അനന്തതയിൽ വെക്കണം. ഫോക്കസ് കിട്ടണമെങ്കിൽ വസ്തു എവിടെ വെക്കണം? അനന്തതയിൽ വെക്കണം. അപ്പോൾ ഒരു ദർപ്പണത്തിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അനന്തതയിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ, ഒരു വസ്തു അനന്തതയിലാണെങ്കിൽ അനന്തതയിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ ആ മിററിൽ തട്ടി ദർപ്പണത്തിൽ തട്ടി മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കണം. ആ ബിന്ദുവിനെയാണ് ഫോക്കസ് എന്ന് പറയുക. ഫോക്കസിൽ നമ്മളൊരു സ്ക്രീന് വെച്ച് കഴിഞ്ഞാൽ വസ്തുവിൻ്റെ പ്രതിബിംബം ലഭിക്കും. വസ്തുവിൻ്റെ വളരെ ചെറിയ പ്രതിബിംബം തല കീഴായത് നമുക്ക് ലഭിക്കും. നമ്മൾ എന്തിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു മരത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഫോക്കസ് കിട്ടിയ സ്ഥലത്ത് ഒരു സ്ക്രീന് വെച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ തലതിരിഞ്ഞ വളരെ ചെറിയ പ്രതിബിംബം നമുക്ക് ലഭിക്കും. അപ്പം ഒരു മിററിൻ്റെ ഫോക്കസ് കിട്ടാൻ അനന്തതയിലിരിക്കുന്ന ഒരു വസ്തുവിനെ കേന്ദ്രീകരിച്ചാൽ മതി. അപ്പോൾ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളെ മിററോ ലെൻസോ ഉപയോഗിച്ച് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാന്ന് പറയാം. അതായത് അകലെയുള്ള ഒരു വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളെ ലെൻസോ മിററോ ഉപയോഗിച്ച് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്ന് പറയാം. ഇനി ഫോക്കസും അത് നമുക്ക് ഫോക്കസ് കിട്ടും. ഫോക്കസും ദർപ്പണത്തിൻ്റെ കേന്ദ്രവും ഫോക്കസും പോളും തമ്മിലുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ. ഫോക്കസും പോളും തമ്മിലുള്ള അകലമാണ് ഫോക്കസ് ദൂരം. ഫോക്കസ് ദൂരം സൂചിപ്പിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എഫും ഫോക്കസ് സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ എഫുമാണ്. അപ്പോൾ രണ്ടും മാറിപ്പോരുത്. ഫോക്കസ് ക്യാപിറ്റൽ എഫും ഫോക്കസ് ദൂരം സ്മോൾ ലെറ്റർ എഫുമായിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുക. അപ്പോൾ നമ്മൾ കോൺകേവ് ദർപ്പണത്തിൽ എങ്ങനെയാണ് ഫോക്കസ് കിട്ടുന്നതെന്ന് പഠിച്ചു. ഇനി കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് നമുക്ക് നോക്കാം. അപ്പോൾ കോൺകേവ് ദർപ്പണത്തിൽ നമുക്ക് ഫോക്കസ് കിട്ടി. അവിടെ പ്രകാശരശ്മികൾ എന്ത് ചെയ്തു? കൂടിച്ചേർന്നു. അപ്പോൾ നേരത്തെ കാണിച്ച ചിത്രം, അപ്പോൾ അതിൽ പ്രകാശരശ്മികൾ കൂടിച്ചേർന്നു. അപ്പോൾ അതൊരു കൺവേർജിങ് മിററാണ്. കോൺകേവ് മിറർ കൺവേർജിങ് മിററാണ്. പ്രകാശരശ്മികളെ കൂട്ടിച്ചേർക്കുന്ന മിറർ. അതിനെ നമ്മൾ സംവ്രജന ദർപ്പണം എന്ന് പറയും. എന്ത് പറയും? സംവ്രജന ദർപ്പണം. ഇനി നമുക്ക് കോൺവെക്സ് മിറർ നോക്കാം. കോൺവെക്സ് മിററിലേക്ക് വരുന്ന പ്രകാശരശ്മികൾക്ക് എന്താ സംഭവിക്കുന്നത്? കോൺവെക്സ് മിററിലേക്ക് വരുന്ന പ്രകാശരശ്മികൾ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുന്നില്ല. ഇപ്പൊ അനന്തതയിൽ ഉള്ളൊരു വസ്തുവിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പൊ അതിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ കോൺവെക്സ് മിററിൽ തട്ടി. കോൺകേവ് മിററിൽ പ്രകാശരശ്മികൾ നേരത്തെ കൂടിച്ചേർന്നു. കോൺകേവിലേക്ക് വരുന്ന പ്രകാശരശ്മികൾ കൂടിച്ചേർന്നതാണല്ലോ. ഒരു ബിന്ദുവിൽ എന്ത് ചെയ്തു? കൂടിച്ചേർന്നു. അപ്പോൾ നമുക്ക് ഫോക്കസ് കിട്ടി. ഇത് കോൺവെക്സ് മിററാണ്. ഏതാണ്? കോൺവെക്സ്. അപ്പോൾ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ പ്രതിപതന തലം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ദർപ്പണം. പ്രകാശം പതിക്കുന്ന ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മിററാണ് കോൺവെക്സ് മിറർ. അപ്പോൾ കോൺവെക്സ് മിററിലേക്ക് വരുന്ന ലൈറ്റ് എന്ത് ചെയ്യാണ്? വിവ്രജിച്ച് പോവുകയാണ് ചെയ്യുന്നത്. സംവ്രജിക്കുന്നില്ല, കൂടിച്ചേരുന്നില്ല. അത് ചെതറിപ്പോവും, ഡൈവേർജ് ചെയ്ത് പോവുക ചെയ്യാം. നേരത്തെ കൺവേർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺകേവ് കൺവേർജ് ചെയ്താൽ കോൺവെക്സ് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. ഡൈവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ വിവ്രജിക്കുക. അപ്പോൾ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിലേക്ക് സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം ദർപ്പണത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അകന്നു പോകുന്നു. ദർപ്പണത്തിൽ നിന്ന് അകന്നു പോകും, വിവ്രജിച്ചു പോകും, അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്ത് പോകും. അപ്പം ഈ പ്രകാശരശ്മികൾ നമ്മുടെ കണ്ണിൽ കൂടിച്ചേരൂല. അപ്പം ബ്രെയിനിന് അത് തിരിച്ചറിയാൻ വേണ്ടി ബ്രെയിൻ ആ പ്രകാശരശ്മികളെ വസ്തുവിലേക്ക് തന്നെ തിരിച്ചുവിടും. വസ്തുവിലേക്ക് തിരിച്ചുവിടുമ്പം ഈ പ്രകാശരശ്മികൾ കൂടിച്ചേരി എവിടെയാണ്? ദർപ്പണത്തിന് പിറകിലാണ് കൂടിച്ചേരുക. ദർപ്പണത്തിന് പിറകിലാണ് കൂടിച്ചേരുക. അപ്പം വസ്തുവിനെ കാണണമെങ്കിൽ നമ്മൾ എന്തിൻ്റെ ഉള്ളിൽ കൂടെ നോക്കണം? കോൺവെക്സ് മിററിൻ്റെ ഉള്ളിലൂടെ നോക്കണം. അപ്പോൾ ഫോക്കസ് വരുന്നത് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യാക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം ദർപ്പണത്തിൽ നിന്ന് അകന്നു പോകും. അപ്പം നമ്മുടെ കണ്ണിൽ ഈ ലൈറ്റ് കൂടിച്ചേരൂല. അപ്പോൾ ബ്രെയിനെ ലൈറ്റിനെ തിരിച്ചു വിടുമ്പം ആ ലൈറ്റ് എവിടെയാണ് കൂടിച്ചേരുക? ദർപ്പണത്തിൻ്റെ
പിറകിലാണ് കൂടിച്ചേരുക. അപ്പോൾ വസ്തുവിനെ കാണണമെങ്കിൽ നമ്മൾ ദർപ്പണത്തിൻ്റെ ഉള്ളിലൂടെ നോക്കണം. അപ്പം ബൈക്കിൻ്റെ സൈഡ് മിറർ, റിയർ വ്യൂ മിറർ, അത് കോൺവെക്സ് മിററാണ്. അപ്പോൾ അത് കാണണമെങ്കിൽ, പിറകിൽ വരുന്ന വാഹനങ്ങളെ കാണണമെങ്കിൽ നമ്മൾ മുന്നിലൊരു സ്ക്രീൻ വെച്ചാൽ കിട്ടൂല. എന്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നോക്കണം? മിററിൻ്റെ ഉള്ളിലൂടെ തന്നെ നോക്കണം. പിറകിൽ വരുന്ന വാഹനങ്ങളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ റിയർ വ്യൂ മിറർ അല്ലെ ബൈക്കിൻ്റെ സൈഡ് മിററിൻ്റെ ഉള്ളിലൂടെ തന്നെ നോക്കണം. അപ്പോൾ ഇവിടെ രൂപപ്പെടുന്ന പ്രതിബിംബം യഥാർത്ഥമല്ല. ഈ ഫോക്കസിൽ രൂപപ്പെടുന്നത് യഥാർത്ഥമല്ല, മിഥ്യയാണ്. ഏതാണ്? വെർച്വൽ ഇമേജ് ആണ്. അതുകൊണ്ട് വെർച്വൽ ഇമേജ് ഒക്കെ കാണണമെങ്കിൽ ലെൻസിൻ്റെയോ മിററിൻ്റെയോ ഉള്ളിലൂടെ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇമേജ് കാണൂ. അപ്പം കോൺവെക്സ് ദർപ്പണം വിവ്രജന ദർപ്പണമാണ്. പ്രകാശരശ്മികളെ ഡൈവേർജ് ചെയ്യിക്കുന്ന മിററാണ് കോൺവെക്സ് മിറർ. വിവ്രജന ദർപ്പണം കോൺകേവ് കൺവേർജിങ് മിററാണ്. സംവ്രജനം ഇത് വിവ്രജന ദർപ്പണമാണ്. അപ്പോൾ കോൺകേവ് ദർപ്പണത്തിൽ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ്. കോൺകേവിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺകേവിൽ മുഖ്യ ഫോക്കസ് യഥാർത്ഥാണ്. എന്നാൽ കോൺവെക്സിൽ മുഖ്യ ഫോക്കസ് മിഥ്യയാണ്. കോൺവെക്സിൽ മുഖ്യ ഫോക്കസ് മിഥ്യയാണ്. അവിടെ ലൈറ്റ് കൂടിച്ചേരുന്നില്ല. ബ്രെയിന് അവിടെ ഇമേജ് ഉള്ളതായിട്ട് തോന്നിപ്പിക്കുകയാണ്. ബ്രെയിന് വരുന്ന യഥാർത്ഥ വസ്തുവിൽ നിന്ന് വരുന്ന യഥാർത്ഥ ലൈറ്റ് അല്ല, ബ്രെയിനിൽ അതായത് റെറ്റിനയിൽ എത്തുന്ന ലൈറ്റിനെ തിരിച്ചു വിട്ടിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കോൺവെക്സിൻ്റെ ഫോക്കസ് മിഥ്യയും കോൺകേവിൻ്റെ ഫോക്കസ് റിയലുമാണ്, യഥാർത്ഥവും ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച ദർപ്പണത്തിൻ്റെ ഭാഗങ്ങൾ ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ ഫോക്കസ് എപ്പോഴും വരിക, രണ്ട് മിററിൻ്റെ കേസിലും ഫോക്കസ് വരിക സെൻറ്റർ ഓഫ് കർവേച്ചറിനും പോളിൻ്റെയും നടുക്കാണ് എന്ത് വരിക? ഫോക്കസ് വരിക. കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും ഫോക്കസ് എപ്പോഴും സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ വക്രതാ കേന്ദ്രത്തിൻ്റെയും പോളിൻ്റെയും നടുക്കായിട്ടാണ് ഫോക്കസ് വരിക. അതായത് ദർപ്പണത്തിനും വക്രതാ കേന്ദ്രത്തിൻ്റെയും സെൻറ്ററിലാണ് എന്ത് വരിക? ഫോക്കസ് വരിക. അപ്പോൾ ഫോക്കസ് ദൂരം എന്ന് വെച്ചാൽ ഫോക്കസ് തൊട്ട് പോള് വരെയുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. ഈ ദൂരമാണ് ഫോക്കസ് ദൂരം. ഇവിടെ പോള് വരും, ഇവിടെയല്ല, ഇവിടെ പോള് വരും. അപ്പോൾ ഈ ദൂരമാണ് ഫോക്കസ് ദൂരം. ഫോക്കസ് ദൂരം എപ്പോഴും വക്രതാ ആരത്തിന് പകുതിയായിരിക്കും. ഫോക്കസ് ദൂരം വക്രതാ ആരത്തിൻ്റെ പകുതിയായിരിക്കും. അതായത് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഹാഫ് ആയിരിക്കും ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഇതാണ് ഫോക്കസ് ദൂരം. വക്രത ആരം എന്ന് പറഞ്ഞാൽ പി മുതൽ സി വരെ ഈ സ്പിയറിൻ്റെ ആരം, റേഡിയസ്, അതാണ് വക്രത ആരം. ആ വക്രത ആരത്തിൻ്റെ പകുതി സെൻറ്ററിലാണല്ലോ ഫോക്കസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതിയായിരിക്കും എപ്പോഴും ഫോക്കസ് ദൂരം. അപ്പോൾ ഫോക്കസ് ദൂരം വക്രത ആരത്തിൻ്റെ പകുതിയായിരിക്കും ഫോക്കസ് ദൂരം. കാരണം ഫോക്കസ് എവിടെയാണ് വരുന്നത്? സിക്കും പിക്കും നടുക്കാണ് ഫോക്കസ് വരുന്നത്. അപ്പോൾ ഫോക്കസ് ദൂരം വക്രത ആരത്തിൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫോക്കസ് ദൂരത്തെ പറ്റി നോക്കാം. അപ്പം ഫോക്കസ് ദൂരം നമ്മൾ എഴുതിയിട്ടുണ്ട് F=R/2. F=R/2. അപ്പോൾ ഒരു ഗോളീയ ദർപ്പണത്തിൽ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണെന്ത്? ഫോക്കസ് ദൂരം. അപ്പോൾ നമ്മൾ പറഞ്ഞു പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം, ഈ ദൂരമാണെന്ത്? പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. അപ്പോൾ ഇത് ഫോക്കസ് ദൂരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഫോക്കസ് ദൂരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഫോക്കസ് ദൂരം വക്രത ആരത്തിൻ്റെ എന്തായിരിക്കും? ഫോക്കസ് ദൂരം വക്രത ആരത്തിൻ്റെ പകുതിയായിരിക്കും. അല്ലെങ്കിൽ F=R/2, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ 2F=R. 2F=R. അപ്പം പ്രതിബിംബങ്ങൾ രണ്ട് തരത്തിലുണ്ട്. യഥാർത്ഥ പ്രതിബിംബമുണ്ട്, മിഥ്യാ പ്രതിബിംബമുണ്ട്. അപ്പം രണ്ട് തരത്തിൽ പ്രതിബിംബങ്ങളുണ്ട്. ഒരു സ്ക്രീനിൽ പതിപ്പിക്കുന്ന പ്രതിബിംബങ്ങളാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത പ്രതിബിംബങ്ങളാണ് മിഥ്യാ പ്രതിബിംബങ്ങൾ. അപ്പം ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് പ്രതിബിംബങ്ങളെ പറ്റി പഠിക്കാം. അപ്പം പ്രതിബിംബം എത്ര തരത്തിലുണ്ട്? പ്രതിബിംബങ്ങൾ രണ്ട് തരത്തിലുണ്ട്. യഥാർത്ഥ പ്രതിബിംബങ്ങളും മിഥ്യാ പ്രതിബിംബങ്ങളും. അപ്പോൾ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന, സ്ക്രീനിൽ കിട്ടുന്ന പ്രതിബിംബമാണ്. അതായത് മിററിനും വസ്തുവിനിടയിൽ സ്ക്രീന് വെച്ചാൽ സ്ക്രീനിൽ പ്രതിബിംബം കിട്ടുകയാണെങ്കിൽ അത് യഥാർത്ഥ പ്രതിബിംബമാണ്. മിററിനും വസ്തുവിനും ഇടയിൽ സ്ക്രീന് വെച്ചാൽ സ്ക്രീനിൽ പ്രതിബിംബം ലഭിക്കുന്നില്ലെങ്കിൽ അത് മിഥ്യാ പ്രതിബിംബം ആണ്, വെർച്വൽ ഇമേജ് ആണ്. അപ്പം ഈ മിഥ്യാ പ്രതിബിംബങ്ങളെയും യഥാർത്ഥ പ്രതിബിംബങ്ങളെയും പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. റിയൽ ഇമേജിനെയും വെർച്വൽ ഇമേജിനെയും പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ജസ്റ്റ് ഓർത്ത് വെക്കുക, സ്ക്രീനിൽ കിട്ടുന്ന യഥാർത്ഥവും
സ്ക്രീനിൽ കിട്ടാത്ത മിത്തിയാണ്. അപ്പോൾ അവയെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.